ഇല്ലേ വരുവേട്ടാ ഇവിടെ അങ്ങ് കൊണ്ടുപോവാണ് പറഞ്ഞില്ലേ? ആ അമ്മ അവര് ഇറങ്ങിന്ന്. എന്ത്? ആ ഒന്നും പറയണ്ട, പോയാ മതി. ഇങ്ങനെയാണ് നിന്നോടൊക്കെ ഞാൻ പറയുന്നത്, വഴക്കിടല്ലേ വഴക്കിടല്ലേ എന്ന് പറയുമ്പോ നീ ഒന്നും കേൾക്കാറില്ലല്ലോ. ഇന്നലെ പറഞ്ഞപ്പോൾ കുഴപ്പമില്ലായിരുന്നല്ലോ. ആ ഇനി പോയാ മതി. ഇന്നലെ പോകാൻ സമ്മതിച്ചല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം, ഞാനും കൂടെ വരാം. ഞാൻ എവിടെയും കൂടെ കൊണ്ടാക്കിയിട്ട് ഞാൻ പാർട്ടി ഹൗസിലാണ്. ആ നീ അതുവഴിയാണോ പോണേ? ഓ അല്ല അല്ല സ്കൂട്ടറല്ലേ പോണേ, ഞാൻ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ പോവണ്ടെന്ന് ചേച്ചി, ഇനി വഴക്കൊന്നും പിടിക്കൂല. ആ അല്ല ലിലിമോളെ, ഒരു 2 ദിവസം കൂടെ അവളെ ഇവിടെ നിർത്തുക. അവള് ബഹളം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇനി കൊണ്ടാക്കാം. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണൂല, കടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലാക്കണ്ടേ? ഞാൻ ഉപദേശിച്ചോണ്ടിരിക്കണ അടി വിടുന്നു. പിള്ളേരൊക്കെ വഴക്കിട്ടു എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ആരെങ്കിലും ഇങ്ങനെ കൊണ്ടാക്കുക ചെയ്യണേ? എടി സാധാരണ പിള്ളേരെ കണക്കല്ലേ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? ഇത് കണ്ടോണ്ടിരിക്കും അടിയും പിടിയും ബഹളവും. അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയ സ്നേഹം വേണം. ചേച്ചിയാണ് അനിയത്തിയാണെന്ന് അങ്ങോട്ട് പരസ്പരം കരുതലോ സ്നേഹമോ ഇല്ല. പറഞ്ഞു കൊടുത്തെന്ന് അറിയാച്ചി, ഞാനും ക്ലീറ്റോ ചേട്ടനൊക്കെ ചെറുതിൽ എന്ത് സ്നേഹമായിരുന്നെന്ന്. അപ്പൊ ഇനിയിപ്പോ 2 മാസം അവിടെ കൊണ്ട് നിർത്തിക്കാന്നാ പറയണേ. ഓ ഇങ്ങോട്ട് അവളെ കൊണ്ടുവരുന്നേ ഇല്ലേ ഇനി? ഇല്ല, അപ്പുറത്തെ അവന്റെ പരിസരച്ചിരി മക്കളൊക്കെ ഉണ്ടല്ലോ, അവരോടൊന്ന് കളിച്ചോ. ഇവളാരോടെ കളിക്കും നീ? ഇവളൊറ്റ കളിച്ചോളൂ. നല്ല ഇങ്ങോട്ട് വരുന്നേ ഇല്ലേ ഇനി? അപ്പൊ കാണാനും പറ്റൂലേ? 2 മാസം കഴിഞ്ഞ് വരും. ചെല്ലി പോ, മഴ വരുന്നു പോ. അല്ല അതെ, ഞാൻ പറയണത് ഒരു നമുക്കൊന്നൊരു അവസരം കൂടെ കൊടുത്തൂടെ? അവൾ ഇനി ബഹളം ഉണ്ടാക്കൂലെങ്കിലാ? അത് ശരിയാവൂലല്ലേ, അത് നടക്കാത്ത കേസാണത്. ചുമ്മാ എനിക്ക് എന്നൊന്ന് കൊണ്ടാക്കാൻ പറ്റുമോ? അത് 2 ദിവസം കഴിയുമ്പോ മാറും. അവൾ ഇനി കുഴപ്പം ഉണ്ടാക്കൂല. ഞാനും പാവല്ല, ചേച്ചിയും പാവല്ലേ. എന്താ 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 നീ ഇന്നലെ എന്താ പറഞ്ഞത്? ഇവള് പാവമാണെന്നാണോ നീ പറഞ്ഞത്? ഇവള് ദുഷ്ടയാന്നല്ലേ പറഞ്ഞത്? ഇവള് എപ്പോഴാ ഇപ്പൊ പാവമായത്? ഒന്നും പറയണ്ട, ചേച്ചി പോട്ടെ. അതാ നല്ലത്. ചേച്ചി പാവല്ലേന്ന്, പോണ്ടെന്ന്. എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോ, എന്ത് അച്ഛൻ കൊണ്ടുവന്ന എല്ലാം ചേച്ചി കഴിച്ചോ, പക്ഷെ ചേച്ചി പോവല്ല. ചേച്ചി 1 മാസം അവിടെ നിൽക്കും. വേണ്ട ചേച്ചി, 1 മാസത്തെ നിക്കണ്ട. ഇവിടെ നിന്നാ മതിയാ? അല്ലെങ്കിൽ പിന്നെ ഒരാഴ്ചത്തേക്ക് കൊണ്ടെടുത്താ അതാകുമ്പോ കുഴപ്പമില്ല. എന്റെ അഭിപ്രായത്തില് 2 പേരെ 2 സ്ഥലത്ത് നിർത്തണം തന്നെ നല്ലത്. അത് തന്നെയാ ചേച്ചി നല്ലത്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി. എന്ത് ഈ കാര്യത്തിലൊക്കെ ഞാൻ എപ്പോഴും കാണുന്നതാ. ഇതിലൊന്നും ഞാൻ വീളേട്ട വണ്ടി സ്റ്റാർട്ട് ചെയ്തേ കൊണ്ടുപോയി ആക്കാൻ നോക്കും. ഞാൻ ചോദിക്കണേ, നിങ്ങൾ ഇത് ഇങ്ങനെ ഇന്നലെ നിങ്ങൾ ഇത് പറഞ്ഞ ഞാൻ ഇത് ഇറങ്ങൂലായിരുന്നല്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞത് നിങ്ങൾ വളരെ സന്തോഷത്തോടെ ആ പൊയ്ക്കോ പൊയ്ക്കോ ഇന്നലെ പറഞ്ഞ ഭയങ്കര സന്തോഷമായിരുന്നടി. ഇപ്പുറത്ത് നിന്ന് കരയുവാ. ഇനി വഴ കൂടുതലല്ലോ, അടി കൂടുതലല്ലോ. സത്യം സത്യം കരയണ്ട, പോട്ടെ. അച്ചടാ രണ്ടുപേരും ഓരോ ഉമ്മ കൊടുക്കട്ടെ അങ്ങോട്ട്. അതൊക്കെ കൊടുത്തവര് എങ്ങും പോകണില്ല കേട്ടാ. നമുക്ക് ഇവിടെ നിൽക്കാം. വെക്കേഷൻ അടിച്ചു പൊളിക്കാനുള്ളതല്ലേ, അടി കൂടാനുള്ളതല്ല കേട്ടാ. നമുക്കെന്നാലേ മുത്തച്ചേച്ചിയെ കൊണ്ടങ്ങ് ആക്കിയാലോ? 2 മാസത്തേക്ക്. ഓ അവളെ നമുക്ക് റൊണാൾഡോ അച്ഛന്റെ വീട്ടിലോട്ടാക്കാം.